നമ്മളും ചില ഗിഫ്റ്റ്സൊക്കെ പാക്ക് ചെയ്ത് ആ ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ കസ്റ്റമറിനെ പോലെ തന്നെ അത്രയും ഇമോഷണൽ ആവാറുണ്ട്. അങ്ങനെ ഒരു വർക്കിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സ്റ്റോറി തുടങ്ങുന്ന മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് താഴെ 2 സിസ്റ്റേഴ്സാണുള്ളത്. 3 പേരും ഗേൾസ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് പുറമേ നിന്ന് കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അത് തന്നെയാണ്. എന്തിനാണപ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്ന് ആലോചിക്കുന്നവരോട്, ഇന്നത്തെ നമ്മുടെ ഓർഡർ ഒരു ബ്രദർ ആളുടെ സിസ്റ്ററിന് ഒത്തിരി സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ആദ്യമേ നമ്മളൊരു പെർഫ്യൂമും നമ്മുടെ ഹാമ്പറിൽ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ്സ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ പോകുന്ന ആള്. അങ്ങനെ ആ ഫ്രെയിമും വെച്ചു, എല്ലാം കഴിഞ്ഞിട്ടതാ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഹാമ്പറിലെ മെയിൻ ഹൈലൈറ്റ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സായിരുന്നേ. അതിന്റെ കളറ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ കാണുന്ന 2 പേരാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു ബ്രദറും സിസ്റ്ററും. നേരിട്ട് കാണുമ്പോൾ ടോമാജറി പോലെയൊക്കെ ആണെങ്കിലും ഈ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അതിപ്പോൾ അടിയും വഴക്കും എന്തൊക്കെയായാലും ആ ഒരു സ്പെഷ്യൽ ബോണ്ട് അതെന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കഥ പറഞ്ഞ് നമ്മുടെ ഹാമ്പിന്റെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. അങ്ങനെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തു കൊടുത്തു വിട്ടു. ഈ ഒരു ഗിഫ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹാമ്പറും അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹൈൻഡ് സ്റ്റോറി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.